നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം. കാരണം ഒരു സൈഡ് ഡിഷും ഇല്ലാതെ വെറുതെ ചോറ് വാരി കഴിക്കാൻ പാകത്തിലുള്ള അടിപൊളി ഒരു റൈസിന്റെ റെസിപ്പിയാണ് നമ്മുടെ അനൂസ് കിച്ചണിൽ ഇന്നത്തേത്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള എന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാളയൊക്കെ ഒന്ന് ബ്രൗൺ നിറമായിട്ട് കുറച്ചൊന്ന് ക്രിസ്പി ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് ഇതിനെ കോരി മാറ്റി വെക്കാം. ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഏലക്കയും ഗ്രാമ്പൂവും പട്ടയും ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചാൽ നല്ല കൈമാ റൈസ് ഇട്ട് കൊടുക്കും. വെള്ളം ഒട്ടും തന്നെ പാടില്ല. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അരി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ 1 കിലോ അരി എടുത്തിരിക്കുന്നതുകൊണ്ട് 2 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് 10 to 15 മിനിറ്റ് ആ വേവ് അനുസരിച്ചിട്ട് നമുക്ക് അത്രയും സമയം എടുക്കും. അത്രയും സമയം ഒന്ന് മൂടി വെച്ച് അടച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ ഉള്ളിയും കാഷ്യും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ പുറമേ ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ചെറീസ് ഉണ്ടെങ്കിൽ ചെറീസ് ഇട്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി പുറമേ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വെച്ചേക്കാം. അങ്ങനെ 15 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ നെയ്യെല്ലാം ഓർന്നിറങ്ങിയിട്ട് നമ്മുടെ നെയ്ച്ചോറ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ടാവും.